യുദ്ധം കഠിനമായാൽ തുർക്കി ഇറാനെ പിന്തുണയ്ക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് ചില രഹസ്യാന്വേഷണ ഏജൻസികൾ തുർക്കിക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ മാത്രമല്ല ലക്ഷ്യം, ഏതെങ്കിലും കാരണത്താൽ ഇറാൻ വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവുകയോ സൈനികപരമായിരിക്കുന്ന ബലക്ഷയം അവർക്ക് നേരിടുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അടുത്ത ലക്ഷ്യം തുർക്കി ആയിരിക്കും എന്ന തരത്തിലാണ്. മേഖലയിൽ സമ്പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഇസ്രായേൽ രാജ്യത്തിന് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അവരുടെ വേദഗ്രന്ഥത്തിലെ നിയമപ്രകാരം ഈ മേഖല വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിൻ്റെ പ്രവിശ്യ മേഖലയാക്കി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സാമ്രാജ്യമാക്കി വളർത്തേണ്ടതുണ്ട്. UN സഭയിൽ 2024-ലും 2025-ലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് സംസാരിച്ച ചില ഭാഗങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ഇസ്രായേൽ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന രൂപത്തിലാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതിന് എതിർക്കപ്പെടുന്ന രാജ്യത്തെ സൈനികപരമായ ബലക്ഷയം ഉണ്ടാക്കുകയും അവരിൽ നിന്ന് പ്രതിരോധം ഇല്ലാത്തൊരു സാഹചര്യങ്ങളും സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ ഇസ്രായേലിനോടും അമേരിക്കയോടും ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അതിൽ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത്, ജോർദാൻ രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സുഹൃത്ത് രാജ്യങ്ങളാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളാണ്. ഇവരുടെ ഇടപാടിന് അല്ലെങ്കിൽ ഇവരുടെ നിലപാടിന് എതിരായിട്ട് പ്രവർത്തിക്കാത്ത രാജ്യമാണ്. അതുകൊണ്ട് അതവർക്ക് വലിയ വിഷയമുണ്ടാകുന്നില്ല എന്ന് ചുരുക്കം. എന്നാൽ ലെബനാൻ അങ്ങനെയല്ല. ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കാലത്തും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു പ്രത്യേക സംഘം ഹിസ്ബുള്ള ഗ്രൂപ്പായിട്ട് അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. പിന്നൊന്ന് സിറിയ ആയിരുന്നു. സിറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണമാറ്റം വന്നു. രാജ്യത്തിലെ ഭരണാധികാരി ഈ റഷ്യയിലേക്ക് അഭയം തേടിപ്പോയി. അതോടുകൂടി ആ മേഖല അല്ലെങ്കിൽ ആ രാജ്യം പൂർണ്ണമായ രീതിയിൽ ഏറെക്കുറെ അമേരിക്കയുടെ നിലപാടിനനുസരിച്ച് നീങ്ങുന്ന രാജ്യമായി ഓട്ടോമാറ്റിക്കായിട്ട് മാറി. അപ്പോൾ 4 രാജ്യങ്ങളിൽ ഒന്ന് ഈജിപ്താണ്. ഈജിപ്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് സിറിയാണ്, സിറിയയുടെ ഭരണം വീണു. പിന്നീട് ജോർദാനാണ്, അത് ഇവരുമായിട്ട് സഹകരിക്കുന്നതാണ്. പിന്നീടുള്ള ലെബനാനാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലെബനാൻ മാത്രമാണ് ഒരു ശക്തമായിരിക്കുന്ന എതിർപ്പുള്ളത്. ലെബനാനിലെ സൈനികമായിരിക്കുന്ന ശക്തി ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ മേഖലയും ഏറെക്കുറെ ഇസ്രായേലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുകയും ചെയ്യും. അപ്പോൾ ഈജിപ്ത്, ലെബനാൻ, സിറിയ, ജോർദാൻ അതിർത്തി പങ്കിടുന്ന 4 രാജ്യങ്ങളും ഏറെക്കുറെ ഇസ്രായേലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങാനുള്ള സന്നദ്ധത ക്ലിയറാണ്. ഇനി ഏതെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് അമേരിക്കയെ ഇടപിടിച്ചുകൊണ്ട് അത് നടത്താനുള്ള സംവിധാന കാര്യങ്ങൾ ഇസ്രായേലിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പാലസ്തീനാണ്. പാലസ്തീൻ്റെ 2 പ്രദേശമാണ് ഗസയും വെസ്റ്റ് ബാങ്കും. ഗസയിലും വെസ്റ്റ് ബാങ്കിലും നിലവിൽ സർക്കാർ സംവിധാനമോ സൈനിക സംവിധാനമോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ല. ഏറെക്കുറെ ഇസ്രായേലിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നയനിലപാടുകൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് ആ പ്രദേശത്തെ മാറ്റാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ കണക്കൂട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ 4 രാജ്യത്തെക്കുറിച്ചും കഴിഞ്ഞിട്ട് സംസാരിച്ചു. സൈനികപരമായിരിക്കുന്ന ശക്തി അല്ലെങ്കിൽ ഈ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ജയിക്കുക എന്ന് പറയുന്ന ബലം ഈ 4 രാജ്യങ്ങൾക്കും ഇല്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ പിന്നെ വിഷയം വരുന്നത് സൈനികമായി ലോകാടിസ്ഥാനത്തിൽ വലിയ സൈനിക ശക്തിയും ബലവുമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് സൈനിക ബലം നോക്കുന്ന സമയത്ത് ഏകദേശം 10ാമത്തെ രാജ്യം ഇറാനായിട്ടാണ് ചിലതിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്രയും വലിയ ശക്തിയുമുള്ള ആ രാജ്യം ഇല്ലാതായെങ്കിൽ മാത്രമേ ഈ പറയപ്പെട്ട സാമ്രാജ്യം എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുകയുള്ളൂ. അതിനുള്ള വലിയ യുദ്ധമാണ് ഇപ്പോൾ അവർ നടത്തുന്നതെന്ന് പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും യുദ്ധം തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞ് 2ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ശക്തമായിരിക്കുന്ന ഒരു ബലക്ഷയം ഉണ്ടാക്കാനോ ശക്തിക്ഷയം ഉണ്ടാക്കാനോ സാധിച്ചിട്ടില്ല. യുദ്ധം അതിൻ്റെ കാഠിന്യമായിരിക്കുന്ന മൂർച്ചയിലേക്കോ ഇപ്പോഴും പ്രവേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന കാര്യം അങ്ങനെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത് ഏതെങ്കിലും തലത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറാൻ്റെ ശക്തി ക്ഷയിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഈ മേഖലയിലേക്ക് ഇടപെടാൻ സാധ്യതയുള്ളത് തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ്. തുർക്കി യുദ്ധം ചെയ്ത് പരിചയമുള്ള 1-ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗവുമാണ്. ഓട്ടോമൻ സാമ്രാജ്യം. അത്
ലോകാടിസ്ഥാനത്തിൽ ഖിലാഫത്ത് ഈ സംവിധാനം കൊണ്ടുവരികയും നിലനിർത്തുകയും ചെയ്ത ഒരു രാജഭരണ സംവിധാന രീതിയായിരുന്നു ഖിലാഫത്തിന് നേതൃത്വം നൽകുന്ന ഓട്ടോമാൻ സാമ്രാജ്യ തുടർച്ചയായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാറ്റോ സഖ്യത്തിലെ ഭാഗമാണ്. അപ്പോൾ നാറ്റോ സഖ്യത്തിന് ഒരു പ്രത്യേകമായിരിക്കും ഒരു നിയമമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നാറ്റോ സഖ്യത്തെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ സ്വന്തം രാജ്യത്തെ ആക്രമിച്ചു എന്ന തരത്തിൽ സംയുക്തമായ രീതിയിൽ തിരിച്ചടിക്കണം എന്നുള്ളതാണ്. ആ തിരിച്ചടി ഇസ്രായേലാണ് ആക്രമിക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം, ഉണ്ടാവില്ല എന്നുള്ളത്. കാര്യം അറേബ്യൻ രാജ്യങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതവും പ്രതിരോധവുമായിരിക്കുന്ന എല്ലാ ഈ സംവിധാനവും ഏറ്റെടുത്തത് അമേരിക്കയാണ്. ഒരു കരാർ വ്യവസ്ഥയാണ്. അതിന് വലിയ രീതിയിൽ ഭീമമായിരിക്കുന്ന സംഖ്യ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കക്ക് നൽകാറുണ്ട്. ഏത് രാജ്യം ആക്രമിച്ചാൽ, റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും വേറെ ഏതോ രാജ്യം ആക്രമിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചാലോ തിരിച്ചടി ഉണ്ടാവില്ല. കാര്യം ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു, തിരിച്ചടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല അതിന് സൗകര്യങ്ങൾ അമേരിക്ക ചെയ്തു കൊടുത്തു. അപ്പോൾ ഏതൊരു നിയമവ്യവസ്ഥയും കരാറും ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇസ്രായേൽ ഒഴികെ എന്ന് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു കരാറാണ് നിലനിൽക്കുക. അത് പറയുന്നില്ല എന്നല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ തുർക്കി ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഇറാനോടൊപ്പം ചേർന്നിട്ടില്ലെങ്കിൽ ഭാവിയിൽ തങ്ങൾക്ക് നേരെ വലിയ തിരിച്ചടി ഉണ്ടാകും. അതിന് ഇറാൻ്റെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന നിലനിൽപ്പ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ രീതിയിൽ അവർക്ക് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഈ തുർക്കിക്കകത്ത് വലിയ പ്രക്ഷോഭ സമരങ്ങളൊക്കെ കുർദുകളെ വെച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം ഇസ്രായേൽ ആരംഭിച്ചിരുന്നു. അതിന് മറുപടി പറഞ്ഞത് ഇറാനാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു പ്രവൃത്തി തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരു സംഘടിത രൂപത്തിൽ ഉണ്ടാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അവരുടെ ഏറ്റവും വലിയ വിശ്വാസപരമായ രീതി അല്ലെങ്കിൽ ആരാധന കർമ്മത്തിൽ ഏറ്റവും അവർ ആരാധിക്കുന്ന മേഖല ഏതാണോ ആ മേഖല കേന്ദ്രമാക്കിയിട്ട് തങ്ങൾ ആക്രമിക്കും. ഈ തരത്തിൽ അവർ പറഞ്ഞു വെച്ചതോടുകൂടി അതിൽ നിന്ന് കുറച്ച് ഈ പിറകോട്ട് പോയിട്ടുണ്ട്. കാര്യം കുർദുകൾ വലിയ രീതിയിലുള്ള ഒരു വംശീയമായിട്ട് തന്നെ നിലനിൽക്കുന്ന രാജ്യമാണ് തുർക്കി. കുറഞ്ഞ ഭാഗം ഇറാനിലുണ്ട്, കുറഞ്ഞ ഭാഗം ഇറാഖിലുണ്ട്. അങ്ങനെയാണ് ഈ ഇറാഖിലും തുർക്കിയിലും ഒക്കെ ഉള്ളത്. ഇതെല്ലാം അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലാണ് ഇവർ ഒരു കൂട്ടമായ രീതിയിൽ സംഘമായിട്ട് ഉള്ളത് എന്നുള്ളതിനാൽ ഒരു പ്രക്ഷോഭ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മൂന്ന് രാജ്യത്തെയും സാരമായി ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് ആ മൂന്ന് രാജ്യത്തും അത് പേടിയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്തായതുകൊണ്ട് അവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആക്രമിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടിച്ചാൽ മതി. എന്നാൽ തുർക്കിയും ഈ ഇറാഖിലൊക്കെ ഇങ്ങനെ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിക്കാൻ പരിമിതികളുണ്ട്. അതിൻ്റേതായിരിക്കുന്ന നിയമ റൂട്ടുകളുണ്ട്. അതിലൂടെ തിരിച്ചടിക്കാൻ പറ്റൂ എന്നൊരു സ്ഥിതി നിലനിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ തുർക്കിയെ സംബന്ധിച്ച് അവർക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ നാറ്റോ സഖ്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ തങ്ങളുടെ രാജ്യം ഉറപ്പായിട്ടും സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തുർക്കി ആക്രമിക്കുന്ന ഇസ്രായേൽ ആണെങ്കിൽ ഒരിക്കലും ഈ അമേരിക്ക തുർക്കിയെ സഹായിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, അതായത് സഖ്യകക്ഷികളെയാണ് സഹായിക്കേണ്ടിയിരുന്നത് എങ്കിൽ ഈ ഇറാഖും കുവൈറ്റും തുല്യ രീതിയിൽ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച സമയത്ത് കുവൈറ്റിനോടൊപ്പമാണ് അമേരിക്ക നിന്നത്, ഇറാഖിനോടൊപ്പം ആ സമയത്ത് നിന്നില്ല. ഇറാനും ഇറാഖും യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് 8 വർഷവും അമേരിക്ക ഇറാഖിനോടൊപ്പം നിന്നു. കുവൈറ്റും ഇറാഖും യുദ്ധം ഉണ്ടായിരുന്ന സമയത്തോ അവർ നേരെ ഇറാഖിനെ ഒഴിവാക്കിയിട്ട് കുവൈറ്റിനോടൊപ്പം ചേർന്നു. ഇതൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്, ഒരു ചെറിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഏതാണോ രാഷ്ട്രീയമായ രീതിയിൽ ഗുണമുണ്ടാവുക, ആ ഗുണമുണ്ടാകുന്ന ഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിലെ ഭയമുണ്ട്. ആർക്ക്? തുർക്കി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക തങ്ങൾക്കെതിരെ തിരിയും. മാത്രവുമല്ല തുർക്കിയുടെ രാജ്യത്ത്, തുർക്കിയുടെ ഭൂമിയിൽ അമേരിക്കക്ക് ഈ സൈനിക ബേസ് ഉണ്ട് എന്നുള്ളതും വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ബേസ് ഉണ്ടാകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് അകത്ത് നടക്കുന്ന പരമാവധി ആഭ്യന്തര വിഷയങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ആൾ വരേണ്ട കാര്യമില്ല. ഇവിടേക്ക് വരാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന അനുമതി തുർക്കിയുടേത് ആവശ്യമില്ല. സൈനിക ബേസ് കേന്ദ്രീകരിച്ച് കൊണ്ട് വരികയാണെങ്കിൽ പിന്നെ ആകാശത്തിലൂടെയാണ് വരുന്നത്. അവിടെ പിന്നെ പാസ്പോർട്ട് പരിശോധിക്കുക, വിസ പരിശോധിക്കുക, അങ്ങനത്തെ സംവിധാനമൊന്നുമില്ലല്ലോ. അപ്പോൾ ആരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള അവർ തീരുമാനിച്ചാൽ മതി. ഇങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ട് എന്ന് തുർക്കി ചോദിച്ചാൽ പറഞ്ഞാൽ മതി എന്നുള്ളിടത്തേക്കാണ് അവരുടെ സ്ഥിതികൾ. അപ്പോൾ തുർക്കിയെ ഭയപ്പെടുത്തുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആക്രമണം, കുവൈറ്റിൻ്റെ കൂറ്റൻ എണ്ണ ടാങ്കാണ് ഇറാൻ തകർത്തത്. അത് തങ്ങളുടെ ഈ വൈദ്യുത നിലയത്തിന് നേരെ ആക്രമണം നടത്തിയതിനും ഈ യൂണിവേഴ്സിറ്റിക്ക് നേരെ ആക്രമണം നടത്തിയതിനും തിരിച്ചടിയായിട്ടാണ് പറയുന്നുണ്ട്. അപ്പോൾ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം ഒറ്റക്ക് നടത്തുന്നു എന്ന് മാത്രമല്ല, ഈ എണ്ണ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറഞ്ഞ 8 ലക്ഷം ക്രൂഡ് ഓയിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. തീ കെടുത്താൻ വേണ്ടി സാധിച്ചു, മണിക്കൂറുകൾ ഇടപെട്ടിട്ടാണെങ്കിൽ പോലും സാധ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ IDF-ൻ്റെ ആയുധ ശേഖരവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഇറാൻ ആരംഭിച്ചിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇറാൻ ഏതെങ്കിലും പ്രതിസന്ധിയോ കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യശത്രുവായിരിക്കുന്ന ഇസ്രായേലിനെയും അമേരിക്കയും ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ മുറിപ്പാട് തുർക്കിക്ക് ഉണ്ടാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. രഹസ്യമായ രീതിയിൽ ഇറാനെ തുർക്കി സഹായിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും പ്രാദേശിക തലത്തിൽ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.